നമസ്കാരം. മന്ത്രി പദവിയിലേക്ക് പരവതാനി വിരിച്ച് എ.കെ. ശശീന്ദ്രനെ കാത്തിരിക്കുകയാണ് LDF. പുരപ്പുറത്ത് കയറി ധാർമ്മികത പ്രസംഗിക്കുന്ന ഇടതുമുന്നണിയുടെ യഥാർത്ഥ മുഖം പുറത്തുവന്നുവെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണം കോടതിയിലേത് ഒത്തുതീർപ്പ് നാടകമല്ലേ എന്ന് സംശയിക്കുന്ന ആർക്കും തോന്നാവുന്നതാണ്. പെൺകുട്ടിയോട് ഫോണിൽ സംസാരിച്ചത് പിന്നെ ആരാണ് എന്ന മറുപടി കിട്ടും വരെ ശശീന്ദ്രന്റെ മന്ത്രി പദവിയിലേക്കുള്ള വരവിലെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടും. എന്റെ ശബ്ദമല്ലെന്ന് ഇതുവരെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ ധൈര്യം കാട്ടാത്ത ശശീന്ദ്രനാണ് പൊതുപ്രവർത്തകർക്ക് ധാർമ്മികത അത്യാവശ്യമാണെന്ന് പോലും ഇന്ന് പറഞ്ഞത്. അത് പറയാൻ ഏറ്റവും യോഗ്യരും ശശീന്ദ്രൻ. മന്ത്രിയാകാതിരിക്കാൻ പാർട്ടിയിലെ തന്നെ 4ാം തരം കളികൾ അതിജീവിച്ച ശശീന്ദ്രൻ അഗ്നിശുദ്ധി വരുത്തിയെന്നാണ് അണികൾ പാടി നടക്കുന്നത്. കോടതിയിൽ നിന്ന് കുറ്റവിമുക്തി കിട്ടാതിരിക്കാൻ അവതരിച്ച ഹർജിയുടെ പിന്നാമ്പുറം അന്വേഷിക്കുകയാണ് ഇപ്പോൾ ശശീന്ദ്രൻ അനുകൂലികൾ. തോമസ് ചാണ്ടിയുടെ കരങ്ങളാണ് ശശീന്ദ്രൻ തിരികെ എത്താതിരിക്കാൻ കളിക്കുന്നതെന്നല്ല ഇപ്പോൾ അണികളുടെ വിശ്വാസം. മന്ത്രിയാകാൻ വളഞ്ഞ വഴി നോക്കുന്നവരിലേക്കും ആ സംശയം ചെന്നെത്തുന്നു. കിട്ടിയ മന്ത്രി പദവികൾ കയ്യിലിരിപ്പ് കൊണ്ട് കളഞ്ഞു കുളിച്ച NCP എന്ന പാർട്ടിയെ മുന്നണി മര്യാദ എന്ന പേരിൽ വെച്ചുപുറപ്പിക്കുന്ന മുഖ്യമന്ത്രിയും പൊതുസമൂഹത്തിന്റെ ഒറ്റ ചോദ്യത്തിന് മാത്രം മറുപടി നൽകുക: സ്വന്തം ശബ്ദമല്ലെന്ന് പറയുമോ ശശീന്ദ്രൻ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ് NCP മുൻ ഭാരവാഹി മുജീബ് റഹ്മാൻ, KPCC സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, മാധ്യമപ്രവർത്തകൻ സണ്ണി ചെറിയാൻ എന്നിവർ.